എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. കിഴക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന നല്ലൊരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററും വണ്ടർലയിലേക്ക് 3 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയ കൂടിയാണ്. 6 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ ഈ വില്ലയുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. 2 വലിയ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാവുന്നൊരു സ്പേസ് ഈ റോഡിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ചുറ്റുമതിലിലെ പെയിൻറ്റിങ്ങും ചെറിയ പെയിൻറ്റിങ് പുറത്തുള്ള പെയിൻറ്റിങ് വർക്ക് മാത്രമേ ഇനി പെൻഡിങ് ആയിട്ടുള്ളൂ. സ്ലൈഡിങ്ങിൽ ഫോൾഡിങ് തുറക്കാവുന്നൊരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെയും ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ കിഴക്കോട്ട് തന്നെയാണ്. ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കാണാം. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവും തേക്കുമാണ്. ഫ്രണ്ടിലെ ഡോർ നിർമ്മിച്ചിട്ടുള്ളത് തേക്കിലാണ്. കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് ഈ കാണുന്ന ലിവിംഗ് ഹോളിൻ്റെ നിർമ്മാണം. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെയാണ്. ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകളും വി-ഗാർഡിൻ്റെ വയറുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോൾ ഏരിയ നമുക്ക് കാണാം. 8 സീറ്റിൻ്റെയോ 10 സീറ്റിൻ്റെയോ വലിപ്പമുള്ള ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വിശാലമായ ഡൈനിങ് ഹോൾ ഏരിയ തന്നെയാണ്. ഇനി കിച്ചണിലേക്ക് വരാം. വലിപ്പമുള്ളൊരു കിച്ചൺ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ കൊടുത്തത് കിഴക്കോട്ട് തന്നെയാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് പുറത്തായി അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഏകദേശം 135 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന വിശാലമായ ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. കൂടാതെ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. 4 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല വിശാലത ലഭിക്കുന്ന രീതിയിലാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബാത്റൂമും നമുക്ക് കാണാൻ കഴിയും. 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഹോളിലേക്ക് വരാം. സ്റ്റെയറിൻ്റെ താഴെയായാണ് വാഷ് കൗണ്ടർ വരുന്നത്. അതിന് ചെറിയ വർക്കുകൾ പെൻഡിങ് ആയുണ്ട്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാൻഡ്രലിനായി സ്റ്റീലും ടഫൻ ഗ്ലാസുമാണ് വരുന്നത്. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് മുകളിലെ നിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വിശാലമായൊരു ഹോള് തന്നെയാണ്. ഇതിനും മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നമുക്ക് നേരെ മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വന്ന് നോക്കാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന വിശാലമായ ബെഡ്റൂം തന്നെയാണ്. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് അത് വരുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും നല്ല രീതിയിലുള്ള ജനലുകളും എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എയർ സർക്കുലേഷനും വെളിച്ചവും നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1 കോടി രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.